ാണ് ദിവ്യ ദ്വിവേദി. ജാതിയും രാഷ്ട്രീയവും ഒക്കെ കൂടിക്കിടന്ന് ഇന്ത്യയിൽ പുതിയ ചില മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നണി പോരാട്ടം നടത്തുന്ന ആളുകളാണ് ദിവ്യ ദ്വിവേദിയും ഷാജ്മോഹനും. നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങിന് നമ്മൾ സാധാരണയുള്ള ഒരു പാരമ്പര്യ രീതി തുടരുന്നില്ല. പ്രാർത്ഥനയും സ്വാഗതവും അധ്യക്ഷ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന PhD ആണ്. ദീർഘകാലത്തെ ആത്മബന്ധം പുലർത്തിയിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ TNG, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ 4th സ്ട്രീറ്റ് ഹാളിൽ ഇങ്ങനെയൊരു പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ. മാത്രമല്ല, ഇതിൻ്റെ പിന്നണി പ്രവർത്തകനായ J. രഘു, എൻ്റെ എത്രയോ കാലത്തെ ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന ബന്ധമുള്ള, ഞങ്ങൾ ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനകളിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും താത്വികമായി തർക്കിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഏതൊരു കാലം ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെങ്കിലും അത്തരം എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പുലർത്തിപ്പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു സുതാര്യത, അതാണ് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. കോഴിക്കോട് നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഞാൻ വരുമ്പോൾ വളരെ മടി പിടിച്ചാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിയാനൊക്കെ നോക്കി. പിന്നെ ഇത് ഫിലോസഫി പുസ്തകമാണ്. എനിക്ക് പണ്ടേ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഉറക്ക ഗുളികകൾ ഉപയോഗിക്കാറില്ല. തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ എടുക്കുക, അത് 2 പേജ് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും. ആ പുസ്തകങ്ങൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പരിചിതമായ പല മാർക്സിസ്റ്റ് പുസ്തകങ്ങൾ ഇതിലുണ്ട്. ഇവിടെ എനിക്കിത് പലർക്കും അറിയാം. പലർക്കും അങ്ങനെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു അത്. അത്ര ഗഹനമാണ്, അതുകൊണ്ടാണ്, അല്ലാതെ മോശം പുസ്തകം എന്നുള്ള രീതിയിലല്ല. പിന്നെ ഞാൻ പുസ്തകം കൊടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്കാണ്. എന്നെപ്പോലെ തന്നെ പലതും വെട്ടി തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് ശ്രീ മുൻ മന്ത്രി C. ദിവാകരൻ. അദ്ദേഹത്തിന് ഈ പ്രായമായെങ്കിലും, അദ്ദേഹത്തേക്കാൾ പ്രായം എനിക്ക് തോന്നുക, പക്ഷേ പ്രായമായെങ്കിലും ഭീകരമായ ഓർമ്മശക്തിയാണ്. ഞങ്ങൾ തമ്മിൽ മുമ്പെപ്പോഴും ഒരു വേദി ഷെയർ ചെയ്ത് ഇപ്പം എന്നോട് പറഞ്ഞു. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല, ഒന്ന് ഓടിച്ചു നോക്കി. പ്രത്യേകിച്ചും ഞാൻ മിയോൾ മോൺബെയിലിൻ്റെ ഈ ഇൻട്രൊഡക്ഷനാണ് ഒന്ന് വായിച്ചു നോക്കിയത്. ഇന്ത്യൻ ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തി ആണ് അവർ ഈ ഇന്ത്യൻ റവല്യൂഷൻ്റെ ഒരു പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഒപ്രസ്ഡ് ക്ലാസ്സിൻ്റെ, അതായത് ദളിത് വിഭാഗത്തിൻ്റെ കാസ്റ്റാണ് ഇതിൻ്റെ മെയിൻ വിഷയം. ഫ്രഞ്ച് റവല്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ റവല്യൂഷൻ എന്നുള്ള വാക്കൊക്കെ ആ ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ഇന്ത്യൻ റവല്യൂഷൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റവല്യൂഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ദിവ്യ ദ്വിവേദിയാണെങ്കിലും ഷാജ്മോഹൻ ആണെങ്കിലും ഒരുപാട് ഇവരുടെ ഈ തത്വശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത് ഒരുപാട് ത്രെറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല ഹിന്ദുത്വ അജണ്ട സ്വീകരിച്ചിരിക്കുന്ന പലരിൽ നിന്നും ഭീകരമായ ഭീഷണികൾ, വധഭീഷണികൾ തന്നെ ഉണ്ടായതായിട്ട് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ ലാമൊണ്ടേ, ഫ്രഞ്ചിലെ ലാമൊണ്ടേ, അതിലൊരു ലേഖനം വരികയുണ്ടായി. ആ ലേഖനം ലോകത്തിലെ മറ്റ് തത്വചിന്താരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സപ്പോർട്ടും അതിന് കിട്ടി. അങ്ങനെ ഒരു ക്ലാസ് സ്ട്രഗിളിൻ്റെ ഒരു പുതിയ വാതായനം തുറക്കുന്ന
ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. ഇത് മലയാളത്തിലും പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് സൈലൻസ് ബുക്സിലെ ജോസി എന്നോടൊപ്പം ഉണ്ട്. ജോസിയോടെ ഞാൻ പറഞ്ഞു ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണം, വില കുറച്ച് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് വായിക്കേണ്ടത് ബുദ്ധിജീവികളല്ല, അതുകൊണ്ടാണ് ഇത് വായിക്കേണ്ടത് സാധാരണക്കാരാണ്. വളരെ ലളിതമായ ഭാഷയാണ് ഒന്നാമത്. ഇതിൽ വായിച്ചു നോക്കിയ ലേഖനങ്ങളൊക്കെ വളരെ ലളിതമായ ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ തുടങ്ങിയത് ഇന്ത്യൻ ഫിലോസഫിയാണ്. നമുക്ക് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് രാഹുൽ സാംകൃതയനും അതുപോലെ കേദാമോരനൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇവർ പക്ഷേ പാശ്ചാത്യ ഫിലോസഫി എന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, എനിക്ക് അത്രയ്ക്കൊന്നും വിവരമില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ദളിത് അല്ലെങ്കിൽ നമ്മൾ മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ഒരു സമൂഹം ഇങ്ങനെ ഇന്ത്യയിലെ മെജോറിറ്റിയായ സമൂഹം 90% അവരാണെന്നാണ് ഇവർ പറയുന്നത്. 10% വരുന്ന സവർണരുടെ അധികാര നുഖത്തിന് കീഴിൽ ഇത്രയും കാലം കഴിഞ്ഞു എന്നുള്ളതും എങ്ങനെ ആ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാം എന്നുമാണ് ഇവരിതിൽ പ്രതിപാദിക്കുന്നത്. ഈ 90% വരുന്ന ദളിത് സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ ദളിത് മാത്രമല്ല, ക്രൈസ്തവരിലും മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും ഒക്കെയുള്ള മാറ്റി നിർത്തപ്പെട്ട കീഴാള ജനതകളുണ്ട്. അത് ഇവരുടെ കണ്ടെത്തലുകൂടിയാണ്. അവരൊക്കെ അനുഭവിക്കുന്ന, അവരുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ, അത് മറികടക്കാൻ എന്തുണ്ട് വഴി? ഇപ്പോൾ ജനാധിപത്യ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പണ്ടുണ്ടാണെങ്കിൽ നമുക്ക് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിപ്ലവം, രക്തരൂക്ഷിതമായ വിപ്ലവം, സായുധ വിപ്ലവം എന്നൊക്കെ ഓർമ്മ വരും എന്നാണ് നമ്മൾ ഓർക്കുക. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന ആ രീതിയിൽ പുതിയൊരു ടെർമിനോളജി തന്നെ അവർ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അത് അദ്ദേഹം പറയും അതിനെ പറ്റിയിട്ട്. ആ പുതിയൊരു ടെർമിനോളജി അതിന് ലെനക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഇന്ത്യ, നമ്മൾ കാണുന്ന കേരളം എത്രമാത്രം ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ പുറമെ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന, എന്നാ പറയേണ്ടത്, നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കുള്ള സംവരണങ്ങൾ, ഇതൊക്കെ എത്രമാത്രം ഈ ഒരു സമൂഹത്തിനെ മാറ്റി തീർക്കാൻ ഉതകും എന്ന് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ സംവരണത്തിൻ്റെ സുഖസൗകര്യങ്ങളിലൂടെ വന്ന് സ്വന്തം ജനതയെ മറന്നു പോകുന്ന ഒരു കീഴാള മനസ്സാണ്. നമുക്ക് ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ചവർക്കറിയാം. ഒരാൾ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു ഉന്നത ഉദ്യോഗത്തിൽ എത്തിയിട്ടും അയാൾക്ക് ഒന്നും തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അവർ മാനസികാവസ്ഥയിലേക്ക് ഈ സമൂഹം അവരെ എത്തിക്കും. തൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്ന ഉന്നത ഉദ്യോഗസ്ഥരെത്തിയ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളാണ് 100 സിംഹാസനങ്ങൾ. ആ ഒരു പുസ്തകത്തിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കെന്നറിയാം, നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുവദിക്കപ്പെട്ട സീറ്റിലെ പട്ടികവർഗക്കാരെ നിർത്തുള്ളൂ നമുക്കറിയാം. അല്ലാത്തൊരു സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ധൈര്യമില്ല. കാരണം അവർക്കറിയാം, അവർ പോലും അതിനെതിരാണ്. ഒരു കോളനിയുടെ പേര് മാറ്റുക എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് പാവം രാധാകൃഷ്ണൻ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അഴിമതിക്കറ പുരളാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരെ, അങ്ങനെ ചില ബിംബങ്ങളെല്ലാം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ശശി, അദ്ദേഹം ചെരുപ്പിടില്ല, പശുവിൽ പാല് കറന്ന് അടുത്ത വീട്ടിലെത്തിക്കുന്ന സാധാരണ സാധു മനുഷ്യൻ, എൻ്റെ കോളേജ് മേറ്റായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ. പക്ഷെ കോളനി എന്ന പേര് നമുക്ക് മാറ്റിക്കളയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് തിരക്കേടില്ലല്ലോ. അതും പാവം മന്ത്രിസ്ഥാനം പോകുന്ന അന്നാണ്, അല്ല രാജിവെക്കുന്ന അന്ന് ചെയ്ത പ്രഖ്യാപനം. ഇത് മുമ്പേ ചെയ്യാമായിരുന്നു, ചിലപ്പോൾ ചിലർ അനുവദിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഞാനിതുവരെ പരിചയപ്പെടാത്തൊരു സുഹൃത്തുണ്ട്, റെജിമോൻ കുട്ടപ്പനാണ് പേര്. ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ
ഇഷ്ടമുള്ള ആളാണ്. വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. രാഷ്ട്രീയ ചിന്താഗതി, നല്ല രാഷ്ട്രീയ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളാണ്. അദ്ദേഹം ഒരു കമൻ്റ് എഴുതിയതിനെ പറ്റി, കോളനി എന്നുള്ള വാക്ക് നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നു, ഓക്കെ, പിന്നീട് ആ കോളനിയെ പറ്റി പറയുക അതൊരു നഗരം എന്നുള്ള പേരാണെങ്കിലും പറയും. പണ്ട് ഒരു കോളനി ഉണ്ടായിരുന്നു, ഹരിജൻ കോളനി. ആ കോളനിയാണ് ഇപ്പോഴത്തെ നഗരം എന്നാണ് പറയാം. ആ കോളനി എന്നുള്ളൊരു പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം 57 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലായിട്ട് വന്നു പോയി കേരളത്തിൽ ഭരണത്തിൽ. ഇപ്പോഴും സായിപ്പെട്ട ക്ലിഫ് ഹൗസിൻ്റെ പേര് അംബേദ്കർ ഹൗസ് ആക്കാനൊന്നും ആർക്കും ധൈര്യം വരില്ല. ഒരു സവർണൻ്റെയും ഹൗസിംഗ് കോളനികൾക്ക് അംബേദ്കർ പേരിടില്ല. അംബേദ്കർ എന്നുള്ള പേരിന് നമ്മൾ എല്ലാ പ്രാവശ്യം പറയും ഭരണഘടന ഉണ്ടാക്കിയ ആൾ, ഭരണഘടനയുടെ പ്രധാന വ്യക്തി, ഭരണഘടനാ ശില്പി. ഇതിനെ സംബന്ധിച്ച് അംബേദ്കറുടെ ഫോട്ടോ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ വെക്കും. പക്ഷേ ഒരു ഹൗസിംഗ് കോളനിക്കോ ഒരു സർക്കാർ അതിഥി മന്ദിരങ്ങൾക്കോ അംബേദ്കറിൻ്റെ പേരിടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനടക്കമുള്ളവരുടെ മനസ്സിനെ പറ്റി ഞാൻ പറയുന്നത്. അത്രമാത്രം നമ്മളുടെ ഉപബോധ മനസ്സിൽ ഈ ജാതീയത വളരെ പ്രകടമായിട്ടുള്ള ഒരു കാലമാണ്. ഇതിനെ മറികടക്കാൻ കഴിയുന്ന ചിന്തകൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, സമയക്കുറവുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും എങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കീഴാള ജനതയ്ക്ക് എങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരേണ്ടത് എങ്ങനെയാണ്, പിടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇത് സഖാവ് ദിവാകരൻ സാറിന് കൊടുക്കാൻ എനിക്ക് എത്തിച്ച ഈ ഒരു സന്ദർഭത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ ജോയ് മാത്യു.